നിയോനേറ്റൽ അബ്സ്റ്റിനൻസ് സിൻഡ്രോം. ഇത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ചില മരുന്നിനോട് ഡിപ്പെൻഡൻ്റ് ആയിപ്പോവും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അമ്മ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചില മരുന്നുകളാണ്. ആൻറ്റി ഡിപ്രസൻസ് പോലുള്ള മരുന്നുകൾ, ഓപ്പിയോയിഡ്സ് പോലുള്ള മരുന്നുകൾ അമ്മ ഉപയോഗിക്കുമ്പം, അമ്മ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഉള്ളിലുള്ള കുഞ്ഞിലേക്ക് എത്തുന്നു. ഈ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പം ഈ കുഞ്ഞ് ഈ മരുന്നിനോട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ജനിച്ചു കഴിയുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും. കുഞ്ഞ് ജനിച്ച് 24 to 72 അവറിലാണ് സാധാരണയായിട്ട് പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. ഈ കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയും, ഹൈ പിച്ച് ക്രൈ. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് സീഷർ വരാം, കുഞ്ഞ് പ്രോപ്പറായിട്ട് ഫീഡ് എടുക്കത്തില്ല, ട്രിമേഴ്സ് വരാം. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കുഞ്ഞ് കാണിക്കും. മാനേജ്മെൻറ്റ്: കുഞ്ഞിനെ അമ്മയെ ചേർത്ത് നിർത്തുക, കങ്കാരു കെയർ. അമ്മയെ ചേർത്ത് നിർത്തുക, അമ്മയുടെ കൂടെ കിടത്തുക. പിന്നെ അതുപോലെ തന്നെ നോയ്സ്, ലൈറ്റൊക്കെ പരമാവധി കുറയ്ക്കുക. കുഞ്ഞിന് കരയാതിരിക്കാനായിട്ട് പാസിഫയർ നിപ്പിൾ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് കൊടുക്കുക. ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏത് മെഡിസിനാണ് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയത്, ആ മെഡിസിൻ വളരെ ചെറിയ ഡോസിൽ ചില കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. കാരണം എന്നാലേ അത് പെയ്യെ 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 കുഞ്ഞിൽ നിന്ന് പോകത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്.